ഓട്ടോമേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒക്കെ വരുമ്പോൾ നമ്മൾ പഠിച്ച മേഖലയിൽ തന്നെ നമുക്ക് ജോലി കിട്ടിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാരൊക്കെ ഒരു ജോലിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ആ ജോലിയിൽ അത്ര സന്തോഷമൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് ആ വേറൊരു ഫംഗ്ഷനിലേക്കൊന്ന് മാറിയാൽ കൊള്ളാം, വേറൊരു ഇൻഡസ്ട്രിയിലേക്കൊന്ന് മാറിയാൽ കൊള്ളാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് തുടങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് അല്ലെങ്കിൽ പോർട്ടബിൾ സ്കിൽസ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എന്നൊക്കെ പറയും. ഇത്തരം സ്കില്ലുകൾ ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്. ഇതെങ്ങനെ നമുക്ക് നമ്മളിൽ വളർത്തിയെടുക്കാം, ഏത് പ്രായം മുതൽ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, എന്തൊക്കെയാണ് ഈ പോർട്ടബിൾ സ്കിൽസ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇനിയുള്ള കാലത്ത് നമുക്ക് പഠിക്കുന്ന മേഖലയിൽ തന്നെ ജോലി കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇനിയും നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ തന്നെ ആ ജോലി എല്ലാ കാലത്തും നമുക്കുണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ പല സമയത്തും നമുക്ക് ഒരേ കാലത്ത് തന്നെ നമുക്ക് പല ഫങ്ഷൻസിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക, പല ഇൻഡസ്ട്രിയിലും ജോലി ചെയ്യേണ്ടതായിട്ട് വരിക, ചിലപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നടപ്പാക്കേണ്ട വരിക. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചലഞ്ചുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഇനി വരുന്നൊരു കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പേഴ്സണൽ മാൻ പവറിനെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ഏറ്റവും പ്രധാനമായി ഇവിടെ വരുന്നൊരു കാര്യമാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ എല്ലാവരും പറയുന്നൊരു കാര്യമാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ്. എന്താണ് ഈ ട്രാൻസ്ഫറബിൾ സ്കിൽ? അത് മറ്റൊന്നുമല്ല, നമ്മളെ സംബന്ധിച്ച് ഒരു നോളജിനപ്പുറത്തേക്ക് ഒരു കാര്യം ചെയ്യാൻ, അല്ലെങ്കിൽ ജനറലായിട്ട് നമുക്ക് തൊഴിൽ രംഗത്ത് സർവൈവ് ചെയ്യാൻ, തൊഴിൽ രംഗത്ത് എക്സൽ ചെയ്യാൻ, തൊഴിൽ രംഗത്ത് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ട ജനറൽ സ്കിൽസിനെയാണ് ട്രാൻസ്ഫറബിൾ സ്കിൽസ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് പോർട്ടബിൾ സ്കില്ലെന്നോ സോഫ്റ്റ് സ്കിൽസ് എന്നോ ഒക്കെ വിളിക്കാം. അപ്പോൾ എല്ലാ മേഖലയിലും നമുക്കൊരു ഹാർഡ് സ്കില്ലുണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലറായിട്ട് ടെക്നിക്കൽ സ്കില്ലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ജോലി പെർഫോം ചെയ്യാനായിട്ട് വേണ്ട ഒരുപാട് സോഫ്റ്റ് സ്കില്ലുകളുമുണ്ട്. പലപ്പോഴും പറയാറുണ്ട് നമുക്ക് ഓപ്പറേഷണൽ സ്കില്ലെന്ന് പറയും. ഓപ്പറേഷണൽ സ്കില്ലെന്ന് പറയുന്നത് നമുക്ക് ഒരു ജോലി കിട്ടാൻ വേണ്ട ടെക്നിക്കൽ നോളജാണ്. പക്ഷേ ഒരു ഓപ്പറേഷണൽ സ്കില്ല് മാത്രമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ആ ജോലി ചെയ്യാനുള്ള കഴിവ് മാത്രമുള്ളതുകൊണ്ട് നമുക്ക് ആ ജോലിയിൽ സക്സീഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ല ഇൻ്റർപേഴ്സണൽ സ്കില്ലൂടെ ഉണ്ടാവണം. ആ ഒരു ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ കൂടെ ആയിരിക്കും, പല മനുഷ്യരുടെ കൂടെ ആയിരിക്കും, ഒരു ടീമായിട്ടായിരിക്കും. നമുക്ക് കൊളീഗ്സൊക്കെ കാണും, നമുക്ക് നമ്മുടെ ബോസ് കാണും, ഒരു ഓഫീസിൽ ധാരാളം ആൾക്കാരുമായിട്ട് നമുക്ക് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പം ഒരുപാട് മനുഷ്യരുമായിട്ടും കൂടെ സർവൈവ് ചെയ്താൽ മാത്രമേ ഈ ടെക്നിക്കൽ ഓപ്പറേഷണൽ സ്കില്ലിനോടൊപ്പം നമുക്ക് നല്ല ഹ്യൂമൻ സ്കില്ലൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല ഒരു കോമ്പീറ്റൻറ്റ് പേഴ്സണായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓരോ സമയത്തും നമുക്ക് ധാരാളം ചലഞ്ചുകൾ വരും, വെല്ലുവിളികൾ ഉണ്ടാവും, അതുപോലെ തന്നെ പ്രശ്നങ്ങളുണ്ടാകും, പിന്നെ പരാജയങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ഡിസിഷൻസ് എടുക്കുകയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയും പ്രോബ്ലം സോൾവ് ചെയ്യുകയും അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനെ റീഫോം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ധാരാളം ആവശ്യങ്ങളും ഡിമാൻഡുകളും നമ്മുടെ തൊഴിൽ രംഗത്തുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ മിടുക്കനാണെന്നുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കോമ്പീറ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജോലിയിൽ നിന്ന് സർവൈവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ജോലിയിൽ നിന്ന് വേറൊരു ജോലിയിലേക്ക് നമുക്കൊന്ന് മാറണം. ഇപ്പോൾ ടെക്നിക്കൽ ഏരിയയിലുള്ള ഒരു ജോബാണ്, നമുക്കതിൽ നിന്ന് ഒരു ഹ്യൂമൻ റിസോഴ്സ് മേഖലയിലോട്ടോ അല്ലെങ്കിൽ ഒരു സെയിൽസ് മേഖലയിലോട്ടൊക്കെ മാറണമെങ്കിൽ നമ്മളെ സംബന്ധിച്ച് അവർ നോക്കുന്നത് ഈ ജനറൽ പോർട്ടബിൾ സ്കിൽസ് എന്തും വേണ്ടി നമുക്കുണ്ടെന്നുള്ളതാണ്. ആ ജനറൽ പോർട്ടബിൾ സ്കിൽസ് ഈ പുതിയ ഫംഗ്ഷനിൽ നമുക്ക് സ്യൂട്ടബിളായിട്ടുള്ള എന്തും വേണ്ടി കാര്യങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന എത്ര സ്കില്ലുകൾ നമുക്ക് അവിടെ കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും, അതിൽ ഒക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു ഫംഗ്ഷനിൽ നിന്ന് വേറൊരു ഫംഗ്ഷനിലേക്ക് മൂവ് ചെയ്യാനൊരു പ്രയാസമില്ല. ഇപ്പോൾ ഓട്ടോമേഷനൊക്കെ വരുമ്പോൾ ചില ഫങ്ഷൻസൊക്കെ നിന്നുപോകും, എന്നാൽ വേറെ ചില ഫങ്ഷൻസിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറാൻ കഴിയുന്ന ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ പോർട്ടബിൾ സ്കിൽസ് ഉള്ളവർക്കാണ്, അല്ലെങ്കിൽ ഈ സോഫ്റ്റ് സ്കിൽസ് ഉള്ളവർക്കാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഇൻഡസ്ട്രിയിൽ നിന്ന് വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറണം. ഇപ്പോൾ ഒരു ഫുഡ് ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ്, അദ്ദേഹത്തിന് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു റീറ്റെയിലിംഗ് ഫീൽഡിൽ കിട്ടി. അപ്പോൾ ഒരു റീറ്റെയിലിംഗ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം സ്കില്ലുകൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ സാധിക്കും. അത്തരത്തിലുള്ള സ്കില്ലുകൾ ഉയർന്നു നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സോഫ്റ്റ് സ്കിൽസിനെ ഈ കാലഘട്ടത്തിൽ വളരെ
പ്രാധാന്യമുണ്ട്. കാരണം ഓട്ടോമേഷനൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് ഫങ്ഷൻസ് മാറേണ്ട വരും, ഇൻഡസ്ട്രി മാറേണ്ട വരും. അപ്പോൾ ഇന്ന് തന്നെ ഞാൻ പരിചയപ്പെട്ട ഒരാൾ, അദ്ദേഹം ഒരു എൻജിനീയറാണ്. അദ്ദേഹത്തിന് സോഫ്റ്റ്വെയർ ഏരിയയിൽ വർക്ക് ചെയ്യുന്നൊരു എൻജിനീയറാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ഫീൽഡിൽ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുന്നു. പുള്ളിക്ക് അവിടെ നിന്ന് വേറൊരു ഫീൽഡിലേക്ക് മാറണം, അല്ലെങ്കിൽ വേറൊരു ഫംഗ്ഷനിലേക്ക് മാറണം. അപ്പം ആ ഓർഗനൈസേഷനകത്ത് തന്നെ വേറെ വേക്കൻസികളുണ്ട്, പക്ഷേ ഇദ്ദേഹത്തിനെ അതിനുവേണ്ടി പരിഗണിക്കുന്നില്ല. അതുപോലെ തന്നെ മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് മാറാൻ വേണ്ട ടെക്നിക്കൽ നോളജും ഇല്ല, സോഫ്റ്റ് സ്കിൽസും ഇല്ല. അപ്പോൾ ഈ രണ്ടും കൂടെ ഇല്ലാതെ വരുമ്പോൾ ഒരു ഇൻഡസ്ട്രി മാറാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ പോകുന്നു, ഫംഗ്ഷൻ മാറാനുള്ള ഓപ്പർച്യൂണിറ്റി അവിടെ പോകുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഫ്യൂച്ചർ വളരെ ബ്ലീക്കായിരിക്കും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ഈ ട്രാൻസ്ഫറബിൾ സ്കിൽസ് എത്ര കണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നു. നമുക്ക് ജോലി മാറാനും അല്ലെങ്കിൽ ഫീൽഡ് മാറാനും കരിയർ ചേഞ്ച് ചെയ്യാനും ഒക്കെ നമുക്ക് ഒത്തിരി ഈസ് ലഭിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനമാണ്, നമുക്കൊരു ഓൺട്രപ്രേണിയൽ എർജ് ഉണ്ടാകുകയാണ്, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തുടങ്ങണം, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പൊക്കെ തുടങ്ങണം. അപ്പോൾ അവിടെയും നമുക്ക് ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ ടെക്നിക്കൽ നോളജ് മാത്രം പോരാ. കാരണം നമ്മളുണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റോ നമ്മൾ കൊടുക്കുന്ന ഒരു സർവീസോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഐഡിയയോ അത് മാർക്കറ്റ് ചെയ്യേണ്ടതും, അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ നോക്കേണ്ടതും, അതിൻ്റെ മാനേജ്മെൻറ്റ് കാര്യങ്ങൾ നോക്കേണ്ടതും, അതിൻ്റെ പബ്ലിക് റിലേഷൻ നടത്തേണ്ടതും എല്ലാം നമ്മൾ തന്നെയായിരിക്കും. അപ്പോൾ ഒരു ഓൺട്രപ്രണറിനെ സംബന്ധിച്ച് ഒരേ സമയത്ത് ടെക്നിക്കലായിട്ടുള്ള നോളജും അതുപോലെ തന്നെ ഈ സോഫ്റ്റ് സ്കിൽ ഏരിയയിലുള്ള എക്സ്പെർട്ടൈസും കൂടെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ആ ഒരു ഓർഗനൈസേഷനെ എക്സൽ ചെയ്യിക്കാനായിട്ട് അവർക്ക് സാധിക്കത്തുള്ളൂ. അപ്പം ഈ ഒരു ബാലൻസ് ഇല്ലാത്ത ആൾക്കാർക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് വളരെ വളരെ പ്രയാസമായിരിക്കും. ഞാൻ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. പക്ഷേ അതിൽ നിന്ന് വേറൊരു ഫീൽഡിലേക്ക് വന്നപ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് കിട്ടിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ആ ഇൻഡസ്ട്രിയൽ ഏരിയയിലുണ്ടായിരുന്ന ഒരു തൊഴിൽ രംഗത്ത് എനിക്കുണ്ടായിരുന്ന അവിടെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ച ധാരാളം പോർട്ടബിൾ സ്കിൽസ് എൻ്റെ ഇപ്പോഴത്തെ മേഖലയിലേക്ക് കൊണ്ടുവരാനും അവിടെ അത് ഡിപ്ലോയ് ചെയ്യാനും അതിലൂടെ എനിക്ക് ഈ രംഗത്തൊരു സക്സസ് ഉണ്ടാക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് ഇനിയുള്ള കാലത്ത് ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഉള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ ഈ തുടർന്നുള്ള എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് ഈ ട്രാൻസ്ഫറബിൾ സ്കിൽസ് അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. നമുക്കറിയാം ഇനി ജോലിയൊക്കെ വളരെയധികം കുറയാൻ പോവുകയാണ്. ഒരുപക്ഷെ ഓട്ടോമേഷനും അതുപോലെ തന്നെ റോബോട്ടിക്സും ഒക്കെ വരുമ്പോൾ, അല്ലെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഭയങ്കരമായിട്ട് കടന്നു വരുമ്പോൾ ഒത്തിരി തൊഴിൽ രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. പ്രത്യേകിച്ച് തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുന്നത് ഈ റെപ്പറ്റേറ്റീവായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന മേഖലയിലെ ജോലികളും അതുപോലെ തന്നെ ഈ പാസ്റ്റ് ഡേറ്റയൊക്കെ ഉപയോഗിച്ച് ചെയ്യാവുന്ന ജോലികളൊക്കെ ആയിരിക്കും കൂടുതൽ നഷ്ടപ്പെടുന്നത്. അപ്പോൾ തന്നെ വേറെ പല മേഖലയിലും കൂടുതൽ തൊഴിലവസരങ്ങളുണ്ടാവും. അത് കൂടുതലും നമുക്ക് ഹ്യൂമൻ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ മനുഷ്യനെ കൂടുതലായിട്ട് ബെറ്ററായിട്ടും എഫിഷ്യൻ്റായിട്ടും ഡിപ്ലോയ് ചെയ്യാൻ കഴിയുന്ന മേഖലകളൊക്കെ ആയിരിക്കും. അവിടെ സെയിൽസ്, മാർക്കറ്റിംഗ്, പബ്ലിക് റിലേഷന്, ഫ്രണ്ട് ഓഫീസ് ഇങ്ങനെയൊക്കെയുള്ള മേഖലകളിലൊക്കെ, അതുപോലെ തന്നെ സാമൂഹിക രംഗത്ത്, സാംസ്കാരിക രംഗത്ത്, സേവന രംഗത്ത്, കൾച്ചറൽ രംഗത്ത് ഇങ്ങനെയൊക്കെ ഉള്ളിടത്തായിരിക്കും കൂടുതലായിട്ട് മനുഷ്യൻ്റെ സ്വാന്തന മേഖലകളിലൊക്കെ ആയിരിക്കും മനുഷ്യൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരിക. അവിടെയെല്ലാം ഈ പോർട്ടബിൾ സ്കിൽസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഓരോ ഫീൽഡിനും വേണ്ട സ്കിൽസ് അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫറബിൾ സ്കിൽസ് നമ്മുടെ കയ്യിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ഹാൻഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്നും എപ്പോഴും ഒരു സാധ്യതയും എപ്പോഴും ഒരു അവസരവും ഉണ്ടായിരിക്കും. ഇതില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകും, വീണു പോകും, തകർന്നു പോകും. അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും തന്നെ ഇത്തരം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിലേറ്റവും പ്രധാനം പാരൻറ്റിങ്ങിലുമൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളെ പഠിക്കാൻ മിടുക്കരാക്കി മാത്രം നിർത്താതെ അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു മൊത്തത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഉറപ്പാക്കുക. പ്രത്യേകിച്ച് ഭാഷാപരമായിട്ടുള്ള കഴിവുകൾ, അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ്, ആത്മവിശ്വാസം, ധൈര്യം, പ്രശ്നങ്ങളൊക്കെ സ്വന്തമായിട്ട് സോൾവ് ചെയ്യാനുള്ള കഴിവ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, സംഘമായിട്ട് പ്രവർത്തിക്കാനുള്ള കഴിവ്, ഇത്തരത്തിലുള്ള, അതുപോലെ അത്യാവശ്യം കമ്പ്യൂട്ടർ നോളജ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും അവരെ സ്മാർട്ടാക്കുക. അതുപോലെ സമൂഹവുമായിട്ട് ഇടപെടാനുള്ളൊരു സോഷ്യൽ ഇൻ്റലിജൻസ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാനും കൂടെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ എക്യുപ്പ് ചെയ്താൽ അവർ വളർന്നു വരുമ്പോൾ ഈ പറയുന്ന ഒരുപക്ഷെ അവർ പഠിച്ച മേഖലയിൽ ഒരു സാധ്യത ഇല്ലാതെ വന്നാൽ പോലും അവർക്ക് മറ്റു മേഖലകളിൽ പോയി സർവൈവ് ചെയ്യാനും സസ്റ്റെയിൻ ചെയ്യാനും സാധിക്കും. എല്ലാവരും ഈ കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ടീച്ചേഴ്സുമൊക്കെ കുട്ടികളെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുമ്പോൾ, സ്കൂളുകളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇത്തരം സ്കില്ലുകളൊക്കെ അവരിലേക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം ശ്രമിച്ചാൽ നമ്മുടെ കുട്ടികളൊക്കെ നാളെ സാധ്യതയുള്ളവരായിട്ട് നിലനിർക്കും.
ഇത് കാണുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നല്ലതെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ തുടർന്നുള്ള ചില എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ സോഫ്റ്റ് സ്കിൽസ് എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി വ്യൂയിങ്, ഹാപ്പി ലൈഫ്. താങ്ക് യു.